വലിയ ഗമയിൽ ഒരു കറുത്ത പെട്ടിയുമായി ആ പെൺകുട്ടി ട്രെയിനിലേക്ക് കയറി. ആ കറുത്ത പെട്ടിയിൽ എന്തായിരിക്കും അല്ലേ? സ്വർണ്ണമാണോ? അല്ല. പണം വല്ലതാണോ? ഒന്നുമല്ല. അവളുടെ ഡ്രസ്സും അല്ലായിരിക്കും. അതൊന്നുമല്ല. അവളുടെ കാമുകനോടൊപ്പം ജീവിക്കാനുള്ള അവസാന പിടിവള്ളിയാണ് ആ കറുത്ത പെട്ടിയിൽ. അപ്പോൾ അതെന്തായിരിക്കും അല്ലേ? കഥ കേട്ടോ. തെരുവിൽ നിന്ന് ഒരു പെൺകുട്ടി ട്രെയിനിലേക്ക് കയറുകയാണ്. ഒരു 10-22 വയസ്സ് പ്രായം തോന്നുന്നു. പക്ഷെ പെൺകുട്ടിയുടെ മുഖത്തൊരു വല്ലാത്തൊരു ഭയം, ആരെയൊക്കെ ഒരു പേടിക്കുന്ന പോലെ. എന്തായാലും വെപ്രാളത്തിൽ ആ ട്രെയിനുള്ളിലേക്ക് കയറുകയാണ്. കിട്ടിയ സ്ഥലത്ത് ഇരിക്കുകയും ചെയ്തു. പക്ഷേ ഒരു സമാധാനമില്ല. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കണ്ണോടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിയുടെ കയ്യിലാണ് ഒരു കറുത്ത ബാഗും ഉണ്ട്. അതാണ് പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് ആ പെൺകുട്ടി ആ ബാഗിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. മറ്റുള്ളവർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, അവരുടെ നോട്ടം തന്നിലേക്കാണ് എന്നുള്ള രീതിയിലേക്കാണ് ഈ പെൺകുട്ടിയുടെ ഒരു ചിന്ത. എന്തായാലും ട്രെയിൻ ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയാണ്. ഇപ്പം നല്ല സ്പീഡായി ട്രെയിനിന്. ഇപ്പോൾ ട്രെയിൻ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? തൃശ്ശൂരിലെത്തി. പെൺകുട്ടി ചുറ്റും നോക്കി. ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല, നേരെ അവിടെ ഇറങ്ങുകയാണ്. ആ പെൺകുട്ടിയുടെ നിപ്പും ഭാവം കാണുമ്പോൾ തന്നെ അറിയാം പെൺകുട്ടി ഒരു ലക്ഷ്യമില്ല. എങ്ങോട്ട് പോകണം, ആരെ കാണണം, ഒരു പിടിയുമില്ല. പക്ഷേ പോകുന്നതല്ല, ഇരുട്ട് പറ്റിയാണ് പോകുന്നത്. വെളിച്ചത്ത് പെൺകുട്ടി നിൽക്കുന്നുമില്ല. അങ്ങനെ കണ്ട ഒരു വഴിയിലൂടെ ഇരുട്ട് പറ്റി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കുറച്ചു നേരം അങ്ങോട്ട് പോയി, പിന്നെ തിരിച്ച് വീണ്ടും വന്നു, പിന്നെ വേറെ വഴി കൂടെ പോകുന്നു. അങ്ങനെ ഇപ്പോൾ സഞ്ചരിക്കുന്നത് 4ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ആ സൈഡ് വഴി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പെൺകുട്ടി അവിടെ നിന്നു. നേരെ നല്ലതുപോലെ ഇരുട്ടിട്ടുണ്ട്. ഇനി ആ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വരാനുള്ള സാധ്യതയില്ല. പെൺകുട്ടി ചുറ്റും നോക്കി. തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് പെൺകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്. ആരും ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു തരത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി ആ ഇരുട്ട് വശത്തുള്ള ഒരു ഓടയിലേക്ക് ആ കറുത്ത ബാഗ് എടുത്ത് ഒരൊറ്റ ഏറാണ്. പിന്നെയും നോക്കി ആരെങ്കിലും ഈ പ്രവൃത്തി കണ്ടോ? ഇല്ല, ആരും കണ്ടില്ല. ഒരു വലിയ ആശ്വാസത്തോടെ പെൺകുട്ടി ഒന്ന് നെടുവേർപ്പെട്ടു. എന്നിട്ട് ആ മുന്നിൽ കണ്ട ഇരുട്ടിലൂടെ എവിടെയൊക്കെ ഓടി മറഞ്ഞു. ചിലമ്പരശൻ രാവിലെ തന്നെ പണിക്കിറങ്ങി. അയാളുടെ പണി എന്താണെന്ന് അറിയാമോ? ഈ ആക്രി സാധനങ്ങളൊക്കെ വാരി ശേഖരിച്ച് അത് കടയിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാണ് ഈ ചിലമ്പരശൻ. അങ്ങനെ വലിയൊരു ചാക്ക് നിറച്ച് അവിടെ ഇവിടെയും കാണുന്ന കുപ്പിയും കടലാസും ഉപയോഗശൂന്യ സാധനങ്ങളൊക്കെ വാരി ശേഖരിക്കുകയാണ് രാവിലെ തന്നെ. അങ്ങനെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുമ്പിലൂടെ ഒരാൾ ഇങ്ങനെ പെട്ടെന്ന് മിന്നായം പോലെ പാസ് ചെയ്യുന്നത്. ചിലമ്പരശൻ തലയുയർത്തി നോക്കിയേ, ഇത് എവിടെയോ കണ്ട നല്ല മുഖപരിചയമുള്ള ആളാണല്ലോ. വീണ്ടും വീണ്ടും അയാൾ ആ രൂപത്തിലേക്ക് നോക്കുകയാണ്. അയ്യോ, തൻ്റെ അനുജത്തി അല്ലേ? തൻ്റെ ഭാര്യയുടെ അനുജത്തി, അതായത് വിജയുടെ അനുജത്തി ശ്രീപ്രിയാണ് ഈ പോകുന്നത്. ചിലമ്പരശൻ്റെ മുമ്പിലൂടെ പോയ ഈ പെൺകുട്ടിക്ക് ഒരു ചരിത്രമുണ്ട്. കാരണം ഈ ബന്ധുക്കളും നാട്ടുകാരൊക്കെ ഒരുപാട് മാസങ്ങളായിട്ട് ഈ പെൺകുട്ടി എവിടെയാണെന്ന് തപ്പി ഇങ്ങനെ നടക്കുകയാണ്. പോലീസ് പരാതി കൊടുത്തു. ഇനി ഈ പെൺകുട്ടി ചെല്ലാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചിട്ട് ഒരു പിടിയുമില്ല. അങ്ങനെ മാസങ്ങളായിട്ട് ഒരു തുമ്പുമില്ലാതെ നിൽക്കുമ്പോഴാണ് ചിലമ്പരശൻ എന്ന് പറയുന്ന ഈ ചേട്ടൻ്റെ മുമ്പിലൂടെ, അതായത് ഈ പെൺകുട്ടിയുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ മുമ്പിലൂടെ ഈ പെൺകുട്ടി പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. ചിലമ്പരശൻ അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഈ പെൺകുട്ടി എങ്ങോട്ടാണ് പോകുന്നത് അറിയണമല്ലോ. അയാൾ പമ്മി ആ പെൺകുട്ടിയുടെ പിറകെ ഇങ്ങനെ പോവുകയാണ്. വളരെ ദൂരെ സഞ്ചരിച്ചു. ആ പെൺകുട്ടി ഇപ്പോൾ ചെന്ന് കയറുന്ന ഒരു ഹോട്ടലിലേക്കാണ്. അയാൾ കുറച്ചു നേരം ആ ഹോട്ടലിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കുകയാണ്. ആ ഹോട്ടലിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്യുകയാണ് ഈ പെൺകുട്ടി. കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇയാൾ അന്നത്തെ പണിയൊക്കെ നിർത്തി നേരെ വീട്ടിലേക്ക് ഓടുകയാണ്. അവിടെ തൻ്റെ ഭാര്യയായ വിജയുണ്ട്, അതായത് ഈ പെൺകുട്ടിയുടെ ചേച്ചിയുണ്ട്. കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചേച്ചിയോട് അവതരിപ്പിച്ചു. പിറ്റേന്ന് തന്നെ ഈ ചിലമ്പരശനും വിജയും കൂടെ നേരെ ആ ഹോട്ടലിലേക്ക് ചെല്ലുന്നു. ഈ പെൺകുട്ടിയെ കയ്യോടെ പിടിക്കുകയാണ്. പെൺകുട്ടി ആകെപ്പാടെ വേർത്തൊലിച്ചു. കാരണം ഇങ്ങനെ ഒരു അക്രമം പ്രതീക്ഷിച്ചില്ല. വന്ന പാടെ ഈ ചേച്ചിയും ചേട്ടനും കൂടി ഒറ്റ ചോദ്യമാണ്, ഇനി നിന്റെ കുഞ്ഞെവിടാ, നിന്റെ കുഞ്ഞും തേടി, ഇതൊരൊറ്റ ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് മുമ്പിൽ ശ്രീപ്രിയ നിന്നങ്ങ് വേർത്ത് കേട്ടോ. അപ്പോൾ ഉത്തരമില്ലായിരുന്നു. അവിടെയാണ്, ഇവിടെയാണ്, ചേട്ടൻ്റെ കൂടാണ്, മട്ടൻ്റെ കൂടാണെന്നൊക്കെ പറഞ്ഞിട്ടും ഇവർ വിടുന്ന ലക്ഷണമില്ല. എടി നിന്റെ കൊച്ചെവിടാൻ പറ, തെളിച്ച് പറ നീ. അവൾ ശരിക്കും പറഞ്ഞ് പെട്ടുപോയി. അവളിങ്ങനെ കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ട് ചേച്ചിയോട് ആ കഥ പറയുകയാണ്. ഏത് കഥയാണെന്ന് അറിയാമോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ തിരൂരിൽ നിന്നും തൃശ്ശൂരേക്ക് ട്രെയിൻ കയറിയൊരു കഥയുണ്ട്. എന്നിട്ട് കറുത്ത ബാഗ് ഉണ്ടായിരുന്നല്ലോ, ആ ബാഗ് കൊണ്ടൊരു ഓടെ കളഞ്ഞൊരു രാത്രി ഉണ്ടല്ലോ, ആ രാത്രിയിലെ കഥ മുഴുവൻ പറഞ്ഞിരിക്കുകയാണ്. ആ ബാഗിൽ എന്താണെന്ന് അറിയാമോ? ഇവളുടെ കുഞ്ഞായിരുന്നു. അതായത് 11 മാസം പ്രായമുള്ള പിഞ്ച് കുഞ്ഞിൻ്റെ മൃതശരീരമായിരുന്നു ആ ബാഗിനുള്ളിൽ. യാതൊരു ദയമില്ലാതെ ആ ബാഗ് എടുത്ത് ആ ഓടയിൽ കളഞ്ഞു. എന്തായാലും ആ പെൺകുട്ടി നിന്ന് നിലവിളിക്കുകയാണ്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെയാണെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ സ്വന്തം അനിയനോ അപ്പനോ അമ്മയൊക്കെ ആണെങ്കിൽ ഈ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം രക്ഷപ്പെടുത്താനല്ലേ നോക്കത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ വിജയുടെ സ്വന്തം സഹോദരിയാണ് ശ്രീപ്രിയ. സ്വാഭാവികമായിട്ടും അനിയത്തിയെ രക്ഷിക്കാൻ ഈ സഹോദരി നോക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ ശ്രമം ഉണ്ടാവുന്നില്ല. എന്തായാലും അനിയത്തി വലിയൊരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെയാണ് കൊന്നു കളഞ്ഞിരിക്കുന്നത്. ഈ ശ്രീപ്രിയയെ എങ്ങനെയെങ്കിലും പോലീസിന് മുമ്പിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് വിജയും ഭർത്താവും കൂടെ നേരെ ചെന്ന് പോലീസിന് പറയുകയാണ്, എൻ്റെ അനുജത്തി ഇങ്ങോട്ട് ക്രൈം ചെയ്തിരിക്കുന്നു, കുഞ്ഞിനെ കാണാനില്ല. പിന്നെ അറിയാമല്ലോ, പോലീസ് ആ കേസ് വളരെ ഗൗരവമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം 11 മാസം മാത്രം പറയാനുള്ള കുഞ്ഞിനാണ് ഇത്ര മൃഗീയമായിട്ട് കൊന്നു കളഞ്ഞിരിക്കുന്നത്. ശ്രീപ്രിയയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി അടുത്ത ചോദ്യം എന്താണ്? ആ പെൺകുട്ടിയുടെ കുഞ്ഞ് എവിടെയായിരിക്കും അല്ലേ? അതിനുള്ള ഉത്തരവും ഈ പെൺകുട്ടി തന്നെ പോലീസിന് പറയുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് പെൺകുട്ടിയും കൊണ്ട് നേരെ പോലീസ് പോകുന്നത് തൃശ്ശൂരേക്കാണ്. അങ്ങനെ ആളൊഴിഞ്ഞ ആ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിലുള്ള ഓടയിൽ ഒരു കറുത്ത ബാഗ് കിടക്കുകയാണ്. ആ കറുത്ത ബാഗ് എടുത്ത് പരിശോധിക്കുന്നു. അതിൽ 4 ദിവസം പഴക്കമുള്ള ഒരു കുഞ്ഞിൻ്റെ മൃതദേഹമാണ് പോലീസിന് കിട്ടുന്നത്. വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ്. ഒരു ആൺകുഞ്ഞാണ്.
ഇനിയിപ്പോൾ അടുത്ത വല്ലാത്തൊരു ചോദ്യമുണ്ട്, എന്തിനു വേണ്ടിയായിരിക്കാം സ്വന്തം അമ്മ ഈ 11 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ ഇത്ര മൃഗീയമായിട്ട് കൊന്നത്, ബാഗിൽ ഒളിപ്പിച്ചത്, എന്നിട്ട് കൊണ്ട് ആ പ്ലാറ്റ്ഫോമിനടുത്തുള്ള ഓടയിൽ കൊണ്ട് തള്ളിയത് അല്ലേ? അതിൻ്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. ശ്രീപ്രിയയ്ക്ക് 22 വയസ്സാണ്. മണിവർണ്ണനാണ് ഭർത്താവ്. നല്ല സന്തോഷത്തോടെ ഒരു കുഴപ്പവുമില്ലാതെ ഭർത്താവ് ഭാര്യയുടെ കാര്യവും ഭാര്യ തിരിച്ചും കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുമ്പോഴാണ് ഈ പറയുന്ന ജയസൂര്യ എന്ന് പറയുന്ന കക്ഷി ഇവർക്കിടയിലേക്ക് വരുന്നത്. ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു ഈ ശ്രീപ്രിയയുടെ ജയസൂര്യ. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രണയം ഉണ്ടല്ലോ, ആ പ്രണയം വല്ലാതെ കയറി അങ്ങ് മൂർച്ഛിച്ചു. ശ്രീപ്രിയയ്ക്ക് എങ്ങനെയെങ്കിലും തൻ്റെ തങ്കക്കൂടത്തെ കിട്ടണം, അതിനുള്ള ഒറ്റ വാശയിലാണ് ശ്രീപ്രിയ നിൽക്കുന്നത്. അതിന് ഇവൾ പല കള്ളങ്ങളും പറയുകയാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഉടനെ കല്യാണാലോചന വരും, എന്നെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് ഈ ജയസൂര്യയെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ്. ജയസൂര്യനെ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ, അച്ഛനും അമ്മയുടെ ഒപ്പമാണ് അവൻ താമസിക്കുന്നത്. അങ്ങനെ എന്തായാലും പറഞ്ഞ് ഈ ഒരു കാര്യം കുറ്റിയും പറിച്ചിങ്ങ് വാ, തിരുവല്ലാണ് ഞാൻ താമസിക്കുന്നതൊക്കെ ഈ ജയസൂര്യ പറയുകയാണ്. പിന്നെ ഇവളൊന്നും ആലോചിച്ചില്ല. മണിവർണ്ണൻ എന്ന് പറയുന്ന മിടുക്കനായ തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഭർത്താവിനെ അടിച്ച് പിരിച്ചിട്ട് ഇവൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ എവിടേക്ക് ചെല്ലുകയാണെന്നറിയോ? ജയസൂര്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നമ്മുടെ ജയസൂര്യ കാണുന്ന കാഴ്ച എന്തുവാ? ഒരു പെങ്കൊച്ച് ഒരു കൊച്ചിനെ ഒക്കത്തെടുത്തുകൊണ്ട് ദാ വരുന്നു. ഇന്നലെ പറഞ്ഞതെല്ലാം കള്ളമാണ് ജയസൂര്യക്ക് അവിടെ വെച്ച് മനസ്സിലാവുകയാണ്. ഇതുവരെ തനിക്ക് കൊച്ചില്ല, താൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതൊക്കെയാണ് ഈ പെൺകുട്ടി ഈ ജയസൂര്യോട് പറഞ്ഞത്. ജയസൂര്യക്ക് ആകെ കലിപ്പിലായി. ജയസൂര്യ മാത്രമാണോ, ജയസൂര്യൻ്റെ അപ്പം കലിപ്പിലായി, ജയസൂര്യയുടെ അമ്മ കലിപ്പിലായി. എന്തായാലും പെൺകുട്ടി വന്ന് കയറിയതല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് ഉപേക്ഷിക്കാനും വയ്യ. അങ്ങനെ കുറച്ച് ദിവസം ആ പെൺകുട്ടി ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അവിടെ താമസിക്കുകയാണ്. ഇതിനിടയിൽ ഈ ജയസൂര്യ അച്ഛനും കൂടി വലിയൊരു തന്ത്രം മെനയുകയാണ്. ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊല്ലണം. ഭീകരമായ ചിന്തയല്ലേ. 11 മാസമുള്ള ഒരു എന്താ പറയുന്നത് പിഞ്ചു കുഞ്ഞിനെ കൊല്ലുക എന്നുള്ള തീരുമാനത്തിലേക്ക് ജയസൂര്യയുടെ അച്ഛനും കൂടെ എത്തിക്കഴിഞ്ഞു. അമ്മയും അതിന് സപ്പോർട്ടാണ്. പക്ഷേ ഈ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. പെൺകുട്ടിക്ക് കുഞ്ഞിനെ വിട്ടുവരിക വലിയ പാടല്ലേ, അമ്മയല്ലേ, നൊന്ത് പ്രസവിച്ച കുഞ്ഞല്ലേ, പെട്ടെന്ന് അങ്ങനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അമ്മ എങ്ങനെ ദഹിക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ കണ്ടീഷൻ വെക്കുകയാണ്. നീ എന്തായാലും നിന്റെ ഭർത്താവായ മണിവർണ്ണനെ ഉപേക്ഷിച്ച് വന്നു, ഇനിയിപ്പോൾ നിന്നെ നോക്കാൻ ആരുമില്ല, ഈ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ നിനക്കൊന്നും നഷ്ടപ്പെടില്ല, അടുത്ത കുഞ്ഞിനെ ഞാൻ തരുമെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് ജയസൂര്യ. അങ്ങനെ ഈ കുഞ്ഞിനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടും. ഒരുപാട് കേസുകളൊക്കെ ടി വിയിലൂടെ ഇവർ കാണുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഈ പോകുന്ന വഴിക്ക് തലയിട്ട് ഭിത്തിയിലിടിക്കുക, കുഞ്ഞിനെ പടവുന്ന് താഴേക്ക് ഇടുക, അങ്ങനെ പീസ് ഇഞ്ചിഞ്ചായിട്ട് കുഞ്ഞിനെ ഓരോ ദിവസവും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നവർ കുഞ്ഞിന് പനിയായിട്ടും വയറുവേദനയായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം എന്തോ ചെയ്യുന്നറിയാമോ? ഈ അച്ഛനും, അതായത് ജയസൂര്യ അച്ഛനും ഈ പറയുന്ന ജയസൂര്യോട് ചേർന്ന് കുഞ്ഞിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് ജയസൂര്യയുടെ അമ്മ അപ്പുറത്ത്, ഈ പറയുന്ന പെൺകുട്ടി ഇപ്പുറത്ത്. പെൺകുട്ടി നിസ്സഹായാവസ്ഥയാണ്, കാരണം ഒന്നും ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ ഈ കുഞ്ഞിനെ കൊന്നു. ഇനിയുള്ള ജോലി കാമുകനായ ജയസൂര്യ അച്ഛനും കൂടി ഈ ശ്രീപ്രിയ ഏൽപ്പിക്കുകയാണ്. ആ ജോലി എന്താണെന്ന് അറിയാമോ? കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ട് കളയണം. ഒരു കറുത്ത ബാഗിൽ ആ കുഞ്ഞിനെ മൃതദേഹമാക്കുന്നു ഈ പെണ്ണിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പെണ്ണിന് കേരളത്തെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് വരേണ്ടതെന്ന് ഈ പെൺകുട്ടി അറിയത്തില്ല. ആദ്യം കണ്ട തിരൂരിൽ നിന്നുള്ള ട്രെയിനിലേക്ക് പെൺകുട്ടി കയറുകയാണ്. അത് പോകുന്ന നേരെ തൃശ്ശൂർ സൈഡിലേക്കാണ്. പെൺകുട്ടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര പേടിയാണ്, കയ്യിലിരിക്കുന്ന മൃതദേഹമാണ്, ആരും അറിഞ്ഞാൽ താൻ പിടിക്കപ്പെടും എന്നുള്ള ഭയമൊക്കെ ഈ പെൺകുട്ടി അലട്ടുന്നുണ്ട്. പക്ഷേ തൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ കുഞ്ഞിനെ എങ്ങനെ ഒഴിവാക്കിയിട്ട് തൻ്റെ കാമുകനോടൊപ്പം സുഖമായിട്ട് ജീവിക്കണം. ആ ചിന്ത മാത്രമേ ഉള്ളൂ ആ സ്ത്രീക്ക്. അങ്ങനെ ഞാൻ ആദ്യം പറയുന്ന പോലെ ഈ തൃശ്ശൂരിലെത്തുന്നു, ആ മൃതദേഹം എടുത്ത് ഓടയിൽ ഉപേക്ഷിക്കുന്നു, ഒന്നും അറിയാത്ത മട്ടി തിരിച്ച് അടുത്ത ട്രെയിനിൽ കയറുന്നു, തിരൂരിലെത്തുകയാണ്. എന്നിട്ട് പിന്നീട് സാധാരണ സ്ത്രീകളൊക്കെ ഭയക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ മടിക്കുന്ന പ്രവൃത്തിയാണല്ലോ ഒന്നും അറിയാത്ത പോലെ പെരുമാറുക എന്നുള്ളത്. പക്ഷേ എല്ലാം മറക്കുന്നു. പുതിയൊരു ജീവിതത്തിന് വേണ്ടി അവളെല്ലാം മറന്നിട്ട് പിറ്റേന്ന് ഹോട്ടലിലേക്ക് പോവുകയാണ്. ഒന്നും അറിയാത്ത മട്ട് ചിരിച്ച് കളിച്ചുകൊണ്ടാണ് ജോലിയിലൊക്കെ പ്രവേശിക്കുന്നത്. ആർക്കും ഒരു സംശയം പോലുമില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്തൊക്കെ ഈ പെൺകുട്ടിയുടെ ഭർത്താവ്, അതായത് മണിവർണ്ണ സംഘമൊക്കെ ഈ പെൺകുട്ടി എവിടെയാണെന്നൊക്കെ ഒരുപാട് അന്വേഷണം നടത്തുന്നുണ്ട്. 3 മാസമായി ഈ കാമുകനോടൊപ്പം കൂടിയിട്ട് നാട്ടിലൊക്കെ പല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു തുമ്പ് പോലുമില്ല. അങ്ങനെ പെൺകുട്ടി അടിച്ചു പൊളിച്ച് ജോലിയൊക്കെ ചെയ്ത് ഈ കാമുകനോടൊപ്പം ജീവിക്കുമ്പോഴാണ് ആരുടെ മുമ്പിൽ വന്ന് പെടുന്നത്? പെൺകുട്ടിയുടെ ചേച്ചിയുടെ ഭർത്താവായ ചിലംബരശൻ്റെ മുമ്പിൽ. ചിലംബരശൻ എന്തോ ചെയ്യുകയാണ്? പറയുന്ന ആക്രസാധനങ്ങൾ പറക്കി ചാക്കിലിടുകയാണ്. ചാക്കിലിടുമ്പോൾ എന്തോ കാണുന്നു? മുമ്പിലൂടെ പെൺകുട്ടി പോകുന്നു. അതാണ് ഈ കേസിന് ട്വിസ്റ്റായി മാറുന്നത്. അല്ലെങ്കിൽ ഈ ചിലംബരശൻ്റെ മുമ്പിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ആ പെൺകുട്ടി സുഖമായിട്ട് ജീവിച്ചേനെ. സുഖമായിട്ട് ജീവിക്കാൻ ഒക്കത്തില്ല ഒരു അമ്മയ്ക്ക്. സ്വന്തം കുഞ്ഞിനെ കൊന്ന ഒരു അമ്മയ്ക്ക് എങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും? മനസ്സുരുകി ജീവിച്ചേനെ. ആ കുഞ്ഞിനെ കൊന്ന കാര്യം ഇപ്പോഴും നമ്മൾ അറിയത്തില്ലായിരുന്നു. പക്ഷേ എല്ലാം കാണുന്ന ഒരു ശക്തി മേളിലുണ്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആ ശക്തി ചിലംബരശൻ്റെ രൂപത്തിലേക്ക് വന്നു. ചിലംബരശനും ഈ പറയുന്ന ഭാര്യയും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിൽ പറയുന്നു. ഈ പെൺകുട്ടി കയ്യോടെ പിടിക്കുന്നു. പെൺകുട്ടി തത്ത പറയുന്ന പോലെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച്
കേസിന് തുമ്പുമായി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എങ്ങനെ തോന്നുമല്ലേ സ്വന്തം കുഞ്ഞിനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു അമ്മ നോക്കി നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ശാരീരിക സുഖത്തിന് വേണ്ടി. യഥാർത്ഥത്തിൽ ആ ഒരു സുഖത്തിന് വേണ്ടിയല്ല പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് ഈ ഒരു രൂപത്തിൻ്റെ ഒപ്പം ജീവിക്കാൻ വന്നത്. അല്ലാതെ സന്തോഷകരമായിട്ട് ജീവിക്കാനൊന്നും അല്ലല്ലോ, ഒരു താൽക്കാലിക സുഖം മാത്രം. എന്നിട്ട് ആ പെൺകുട്ടി ചെയ്തതോ ഒരു തള്ളമാർക്ക്, ഒരു അമ്മമാർക്ക് സഹിക്കാൻ പറ്റാത്ത ഭീകരമായ ഒരു കുറ്റകൃത്യമാണ് പെൺകുട്ടി ചെയ്തത്. എന്തായാലും കാമുകന്മാർ ഇന്നല്ലെങ്കിൽ നാളെ വരും പോവും, അതൊരു താൽക്കാലിക സെറ്റപ്പ് മാത്രമാണ്. സ്വന്തം കുടുംബം, ഭർത്താവും കുട്ടികളുമാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ബലം, അത് ഓർക്കുക. ഇല്ലാത്തതെല്ലാം അല്ലെ, വേലി ചേടിയ പശുവിന് കോലുകൊണ്ട് മരണമെന്ന് പറയുന്ന പോലെ അവസ്ഥയായിരിക്കും എല്ലാ പെണ്ണിനും. അതുകൊണ്ട് ഒരു പെണ്ണ് പോലും വേലി ചാടാതിരിക്കട്ടെ, ഭർത്താവിനെയും മക്കളെയും നോക്കി സന്തോഷകരമായി കഴിയുക എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.